സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. കലികാലശൂരൻ കലിതുള്ളിടുന്നേ മയിലേറി വന്നിടുമോ കുമാരാശങ്ക കൈലാസമാല ജ്ഞാനപ്പഴത്തിൻ ഒരു തുണ്ടു തന്നിടുമോ എന്റെ പിള്ളേരെ തൊടുകടാ തമ്പി മയിൽവാഹന തലയില്ലടാ, തലയെടുക്കണം. അവൻ പൂച്ചയെ പോലെ ഇരുട്ടത്ത് കണ്ണു കാണും. ഇടത്തുനിന്ന് ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ഇടത്തോട്ട് നോക്കും, അപ്പടി വലത്തുനിന്ന് വരും. ഒരാളുടെയും കണ്ണുപെടാണ്ട് അടിച്ച് ഇഞ്ചപ്പരുവാക്കും. തെളിവാണെങ്കിലോ പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ. ഓൻ IAS ഇരുട്ട് അടി സർവീസ് IAS. പഴയ ജയിലറെ 1.5 കാലം കൊണ്ട് ഞൊണ്ടി സ്ഥലമാറ്റം വാങ്ങി പോയതേ മൂപ്പറ വീരകഥയിലെ ഒരേട് മാത്രം. അന്നവന് ജയിലിലൊരു പേര് വീണു, മായാവി. ഇൻട്രഡക്ഷൻ പൊളപ്പം തന്നെ. ബെസ്റ്റ് കണ്ണ ബെസ്റ്റ്. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. നേരെ നിന്ന് അടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കായിട്ടുണ്ട്. ഇപ്പൊ അടിക്കണം. വാടാ. അങ്കലശ്ശേരി നീലകണ്ഠൻ പണ്ട് ദേ കാണിച്ചതാ കൈവെട്ടി എടുത്തപ്പം. കാർത്തികനത് കാണിക്കില്ല, തലയെറിഞ്ഞ് തള്ളും. അവന്റെ അമ്മയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി. തോക്കെടുത്തോ, പക്ഷെ തോക്കാൻ വേണ്ടിയാകരുതെന്ന് മാത്രം. ഒറ്റ കയ്യിൽ ഡബിൾ ബാരൽ പൊക്കി എയിം ചെയ്യുന്ന നേരമൊന്നും എനിക്ക് വേണ്ട. ഞാനിങ്ങനെ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നടത്തുന്ന പോലെ ഈ 6 അടി 1.5 ഇഞ്ചിൽ സവാരി ഗിരിഗിരി നടത്തും. ഇല്ല മിസ്റ്റർ മാമസൻ, ദാ ഇവനും അടക്കം കേരള ഭൂമിയിലെ തന്റെ ഏറാൻ മൂളികൾക്ക് താൻ വെച്ച് വിളമ്പി കൊടുക്കുന്ന എച്ചിൽ ചോറുണ്ടായാൽ പുഷ്ടി മതിയാവില്ല സക്കീർ ഹുസൈനെ പിടിച്ചു കെട്ടാൻ. സ്വന്തം നാടിന്റെ രക്ഷയ്ക്ക് കാവൽ നിൽക്കുമ്പോ തോക്കല്ല സാർ, തോക്കാത്ത ചങ്കൂറ്റമാണ് ഭടന്റെ ആയുധം. വലം കൈയിലേക്ക് ചോര ഊട്ടം കൂടിയപ്പോഴും ആയുധം താനെ കൈയിലേക്ക് വന്നപ്പോഴും മനസ്സിന് ശരീരത്തെ ജയിക്കാൻ ഞാൻ ശീലിച്ചതിന്റെ ഫലമാണ്. മഴക്കാലത്ത് മണ്ണിരെ ഒന്ന് കൊഴുത്തെന്ന് കരുതി ഈ മൂർഖം പാമ്പിന്റെ വീട്ടിൽ വന്ന് പെണ്ണാലോചിക്കരുത്. നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങും. സാഗർ എന്ന മിത്രത്തെ നിനക്കറിയും, ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല. കൊച്ചി പഴയ കൊച്ചിയില്ലെന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ. എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നു. ഒരു പടയും കൂട്ടുവരുമെന്ന് കണ്ടല്ല ഞാൻ വേട്ടക്കിറങ്ങിയത്. അലമ്പിന് ഗോൾഡ് മെഡൽ കിട്ടിയവനാ ഞാൻ. എന്നെ നീ ടൂർണമെന്റിന് ഇറക്കരുതായിരുന്നു, നീ ഇറക്കി. നീയൊക്കെ അരട്ട അവസരമുണ്ട്. അജന്തയിൽ ആദിഭാവം കണ്ടുകൊണ്ട് നടക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീം ഇട്ടതാ. നിന്റെയൊക്കെ ഇക്കാനോടൊക്കെ ചോദിച്ചാ അറിയാം. ഉനക്ക് പൊണ്ടാട്ടി കുഴന്തകളെ പാക്കണംല മര്യാദ ഞാൻ പണത്തെ തിരുപ്പി കൊടുത്തു. അവനെ കൊലകാണ്ടില ഇരിക്ക കൊല്ലാമ വിട മാട്ടേ. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരുമാണ് the heroes. You see the irony, don't you? 3 പേരും തോറ്റുപോയവരാണ്. അതുകൊണ്ട് പൊരുതി തോറ്റാലങ്ങ് പോട്ടെന്ന് വെക്കും ഞാൻ. പക്ഷെ കളിക്കുന്നത് എപ്പോഴും ജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ശത്രുക്കളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അവൻ ആളി കത്തിക്കൊണ്ടിരിക്കും. കാണത്തമുണ്ടെങ്കിൽ ഇവരുടെ എല്ലാം മുന്നിൽ വെച്ച് എന്നെ ഒന്ന് തൊട്ടാൽ ഞാൻ നിന്റേതാണ്. ട്രിഗറിന്റെ മേൽ വിരൽ വെച്ചവരൊന്നും ഷൂട്ടറാകില്ല, പെണ്ണിന്റെ മേൽ കൈവച്ചവനൊന്നും ആണുമാകില്ല. എന്റെ യോഗ്യത എന്തെന്ന് എന്നെ സ്നേഹിച്ചവർക്കൊഴികെ വേറെ ആർക്കും മനസ്സിലാകില്ല. നാട് കാണാൻ വരുന്നവൻ നാടിനെ പറ്റി അറിയണം. നാട് ഭരിക്കാൻ വരുന്നവൻ
അവൻ ആരാണെന്ന് ഇഫ് യു തിങ്ക് യു ആർ ബാഡ് ഐ ആം യുവർ ഡാഡ്. ജീവിതത്തിൽ കുറച്ച് പേടി വേണം. ആ പേടി ഹൃദയത്തിലുണ്ടാവും. ആ ഹൃദയം പക്ഷെ നമ്മുടെ ആയിരിക്കരുത്, നമ്മുടെ എതിരാളികളുടെ ആയിരിക്കണം. മേ ഐ കം ഇൻ? അവൻ അത്രയ്ക്ക് വലിയ ഗാങ്സ്റ്ററാണോ? ഗ്യാങ്ങുമായി വരുന്നവനാണ് ഗാങ്സ്റ്റർ. അവൻ ഒറ്റയ്ക്കാണോ? മോൺസ്റ്റർ. എല്ലാ സിനിമകളിലും ഒരാളുണ്ടാവുമല്ലോ. നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. ഇറാണോ? അല്ല, വില്ലൻ.